ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ വെല്ലുവിളിക്കും. ചില കഥകൾ നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. ചില നിമിഷങ്ങൾ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കും. അറിവും കഥകളും കോമഡിയും എല്ലാം ഒരു വേദിയിൽ. ക്വിസ് നോവയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ സർപ്രൈസ്. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയാൻ ക്വിസ് നോവ ആദ്യത്തെ ഗിവ് അവേ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചാന്ദ്രദിനത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചന്ദ്രനിലെ പൊടിക്ക് ശാസ്ത്രീയമായി പറയുന്ന പേരെന്താണ്? ഉത്തരം ലൂണാർ റെഗോലിത്ത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചാന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? ഉത്തരം വിക്രം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ എത്ര ഭാഗമാണ്? ഉത്തരം 1/6 അഥവാ 1/6. സാരേ ജഹാംസെ അച്ച എന്ന് ബഹിരാകാശത്ത് പറഞ്ഞ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,400 കിലോമീറ്റർ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ആദിത്യ L1. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം സ്പുട്നിക് 1. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ആദ്യ ദൗത്യം ഏതാണ്? ഉത്തരം മംഗൾയാൻ. അപ്പോളോ 11 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരെന്താണ്? ഉത്തരം സാറ്റേൺ V. ചന്ദ്രനിൽ ആദ്യമായി വെള്ളത്തിന്റെ തെളിവ് കണ്ടെത്തിയ ഉപകരണം ഏതാണ്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രന്റെ മറുവശത്ത് ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി പാറ സാമ്പിളുകൾ കൊണ്ടുവന്ന രാജ്യം ഏതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. ചന്ദ്രനിൽ കൃത്രിമമായി ഇടിച്ചിറക്കിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ ആദ്യമായി ദേശീയ പതാക സ്ഥാപിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ഏറ്റവും സാധാരണ മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. ചാന്ദ്രയാൻ 3 വിജയകരമായി ഇറക്കിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് എന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചാന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ഏതാണ്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ എർത്ത് റൈസ് എന്ന പ്രശസ്ത ചിത്രം ആദ്യമായി പകർത്തിയ ദൗത്യം ഏതാണ്? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയുടെ പേരെന്താണ്? ഉത്തരം മോണ്ടസ് അപ്പനിനസ്. മറ്റൊരു കാര്യം, ഈ വീഡിയോ ഇട്ട ദിവസം മുതൽ 10 ദിവസത്തിനിടയ്ക്ക് വരുന്ന കമൻറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ 11ാമത്തെ ദിവസം വിജയിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. കുറഞ്ഞത് 100 കമൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഗിവ് അവേ നടത്തുകയുള്ളൂ. ഒരു മികച്ച വീഡിയോയ്ക്ക് നല്ല ക്യാമറ മാത്രം പോരാ, ശരിയായ ആംഗിളും വേണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഗിവ് അവേയിൽ നമ്മളൊരു സെൽഫി സ്റ്റിക്കാണ് നൽകാൻ പോകുന്നത്. ഈ സെൽഫി സ്റ്റിക്കിലൂടെ എവിടെയായാലും സ്ഥിരതയുള്ളതും പ്രൊഫഷണൽ ലുക്കുമുള്ള ഷോട്ടുകൾ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. വിജയിയെ തിരഞ്ഞെടുക്കുന്നത് കമൻറ്റ് പിക്കറിലൂടെയാണ്. ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ക്വിസ് നോവയുടെ ആദ്യ ഗിവ് അവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇന്നത്തെ ചാലഞ്ച് ഒരു ചോദ്യമാണ്. അതിൽ ശരിയായ ഉത്തരം പറയുന്നവരിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരാളെ വിജയിയായി തിരഞ്ഞെടുക്കും. ചോദ്യം ഇതാണ്: ലയണൽ മെസ്സി തൻ്റെ കരിയറിലെ ആദ്യ ബാലൻഡോർ നേടിയ വർഷം ഏതാണ്? ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. വിജയിയെ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുകയും വേണം. തുടർന്നും ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ബട്ടൺ ഓൾ ചെയ്യുക.